ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഓണം നമുക്ക് നല്ല സ്പെഷ്യലാണ്. വീട്ടുകാരൊന്നുമില്ലാത്ത ആദ്യത്തെ ഓണവും കൂടിയാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സദ്യ ഉണ്ടാക്കേണ്ട ഫുൾ ടാസ്ക് ഇന്ന് എനിക്കാണ്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ അത്യാവശ്യം പണിയൊക്കെ തുടങ്ങി. ആദ്യം പച്ചക്കറിയെല്ലാം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സാധനമാണ് ആദ്യം ഉണ്ടാക്കിയത്, സാമ്പാർ. അതിനുശേഷം നമ്മുടെ മാങ്ങാച്ചാറും ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കാത്തൊരു പുളിയിഞ്ചിയും പിന്നെ ഒരു ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടാക്കി. എനിക്ക് കുക്കിങ്ങിനേലും വലിയ പാടുള്ള കാര്യമാട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. അങ്ങനെ പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങി. അത്യാവശ്യം കുറച്ച് പൂവൊക്കെ വാങ്ങി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പൂക്കൾ ഇടാൻ തുടങ്ങി കേട്ടോ. ചെറിയൊരു പൂക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നടക്കാനുള്ളൊരു ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ഈ പൂക്കൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫുൾ പൂക്കളത്തിന് പകരം ഒരു ഹാഫ് പൂക്കളാണ് ഇട്ടത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം? പിന്നെ ഇതാ കുളിച്ച് റെഡിയായി നമ്മൾ തൊട്ടടുത്തുള്ള ഗണപതി അമ്പലത്തിലേക്ക് പോയി. പണ്ട് തൊട്ടേ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോകുന്നൊരു പ്രത്യേക വൈബാണല്ലോ. നമ്മുടെ സദ്യ ഫിനിഷ് ആവണമെങ്കിൽ മെയിൻ ഐറ്റം ആയിട്ടുള്ള പായസം വേണമല്ലോ. അങ്ങനെ ഏറ്റവും അവസാനമാട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയത്. കാരണം ഈ പാലട എനിക്ക് കറക്റ്റ് ബ്രൗൺ കളറിൽ കിട്ടണമായിരുന്നു. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ നോക്കി നല്ല സമയമെടുത്ത ഈ പായസം ഉണ്ടാക്കിയത്. പക്ഷെ പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാട്ടോ ഞാൻ സദ്യക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ. പിന്നെ രാത്രിയായപ്പോൾ നമ്മളൊരു ഓണം DJക്ക് പോയി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല തലവേദന തുടങ്ങി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ.